വലിയ നോയമ്പുമായി ബന്ധപ്പെട്ട സഭയായി ധ്യാനിക്കുന്ന ചിന്തവിഷയമാണല്ലോ കാനാവിലെ കല്യാണത്തിൻ്റെ വേദഭാഗം. യേശു കർത്താവിൻ്റെ ആദ്യത്തെ അടയാളമായി യോഹന്നാൻ അതിനെ കാര്യഗൗരവമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാനാവിലെ കല്യാണമല്ല ഇവിടെ പ്രാധാന്യം, പ്രത്യേകിച്ച് അവിടെ നടക്കുന്ന രൂപാന്തരമാണ് പരമപ്രധാനമായ വിഷയം. സമീപകാലങ്ങളിൽ രൂപാന്തരമാണ് നമ്മുടെ പ്രധാനപ്പെട്ട കർത്താവിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത്. വിശ്വാസ സമൂഹമായ നമ്മൾ ഓരോരുത്തർ രൂപാന്തരം പ്രാപിക്കുക എന്നുള്ള ഉദ്ദേശമാണ് നോയമ്പ് ആചരണത്തിലൂടെ സഭ പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. രൂപാന്തരത്തിൻ്റെ പിന്നിൽ സഹനവും മുറിവൊക്കെ ആവശ്യമാണ്. അങ്ങനെ മുറിവിലൂടെയും സഹനത്തിലൂടെയും ഉണ്ടാകുന്ന രൂപാന്തരമാണ് ആഘോഷമായി മാറുന്നത്. മുറിവുകളില്ലാത്ത ഒരു രൂപാന്തരവും ആഘോഷമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ വിശുദ്ധ കുർബാന ഒരു ആഘോഷം എന്ന് പറയാൻ കാരണം. കർത്താവ് സ്വയം രക്തമായി രൂപാന്തരപ്പെട്ടു. കാനാവിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കിയെങ്കിൽ യേശു കർത്താവിൻ്റെ ജീവിതം ആ വീഞ്ഞിനെ രക്തമാക്കി മാറ്റിയാക്കി. അതുകൊണ്ടാണ് ഓരോ വിശുദ്ധ കുർബാനയും ആഘോഷമായി മാറുന്നത്. കാരണം ആ കുർബാനയുടെ പിന്നിൽ വേദനയും മുറിവുകളുണ്ട്. വേദനയും മുറിവിലൂടെയാണ് മനുഷ്യരാശി രൂപാന്തരം പ്രാപിക്കുന്നത്. ഓരോ വിശുദ്ധ കുർബാനയും നമ്മുടെ രൂപാന്തരത്തിലേക്ക് നയിക്കും. യേശു കർത്താവിൽ ആയിത്തീരുന്ന ഒരു പുതിയ രൂപഭാവം. ഈ നോയമ്പ് കാലം നമ്മൾ നടന്നു പോകുന്ന മുറിവുകളും ഏറ്റെടുക്കുന്ന മുറിവുകളും ഈ തരത്തിൽ രൂപാന്തരം നൽകുന്നതൊക്കെയാണ് ഇടയാക്കിയത്. അതിന് മുന്നോടിയായിട്ടാണ് കർത്താവ് ഈ മുള്ള് നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്. നമ്മുടെ മേൽ നടക്കുമ്പോഴും മുറിവേൽക്കുമ്പോഴും പുതിയ മനുഷ്യനായി രൂപപ്പെടാൻ വേണ്ടിയുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് കാനാവിലെ കല്യാണത്തിലെ വെള്ളം വീഞ്ഞായ അത് പിന്നീട് രക്തമായി മാറുന്ന രൂപാന്തരമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ തരത്തിൽ ജീവൻ രൂപാന്തരം പ്രാപിക്കുന്നതൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. അങ്ങനെ നോയമ്പ് നമുക്ക് ആരംഭം കുറിക്കും.